നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞ് അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേരാണ് പ്ലാറ്റി ഫിഷ്. ഇതിൽ തന്നെ 2 ഇനം എൻ്റെ വീട്ടിലുണ്ട്. ഒന്ന് ചോക്ലേറ്റ് പ്ലാറ്റിയും രണ്ടാമത്തെ ആളെന്ന് വെച്ചാൽ മിക്കി മൗസ് പ്ലാറ്റിയുമാണ്. ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് വളരെ എന്ന് വെച്ചാൽ ബസ്സിൻ്റെ ശബ്ദവും മറ്റു വാഹനങ്ങളുടെ ശബ്ദവും ഒക്കെ ഇത് ഉണ്ട്. നിങ്ങൾ സദയം ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു 5 ഐറ്റം മീനുണ്ട്. ഗൗരാമിയുടെ വീഡിയോ ആദ്യം നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ സംസാരിച്ചു. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത മീൻ വർഗ്ഗം എന്ന് പറയും മീൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റി ഫിഷാണ്. മിക്കി മൗസ് പ്ലാറ്റി, ചോക്ലേറ്റ് പ്ലാറ്റി, പിന്നെ വേറെ കോയി കാർപ്പുണ്ട്, പിന്നെ വേറെ എന്ന് വെച്ചാൽ ഗപ്പി മീനുണ്ട്, പിന്നെ മുഷിയുണ്ട്. അങ്ങനെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എന്താണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മീൻ വർഗ്ഗമാണ്, ഈ മീൻ ഐറ്റമാണ് ഈ പ്ലാറ്റി ഫിഷ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാലനങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 150 രൂപ, ഈ ഒരു ബേസിന് 150 രൂപയോളമായി ഒരു ബേസിൻ വാങ്ങിച്ചു. ബേസിൻ വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വക്കോളം എന്ന് വെച്ചാൽ ഈ 3/4 ഭാഗത്തോളം ഞാൻ വെള്ളം നിറയ്ക്കുകയുണ്ടായി. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഈ ആമ്പല് ഇതിൽ നടുകയുണ്ടായി. ആമ്പല് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആമ്പല് നട്ടു. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് എന്ന് വെച്ചാൽ ഇത്ര ഈ ബേസിൻ്റെയും ഏറ്റവും ഒരു 1/4 ഭാഗത്തോളം വരുന്ന ഒരു കുഞ്ഞു ബോട്ടിലിൽ കുറച്ച് മണ്ണ്, ചാണകം അതെല്ലാം ഇട്ട് ഞാൻ ഒരു ആമ്പല് നടുകയുണ്ടായി. ആമ്പല് ഇത്തിരി എന്ന് വെച്ചാൽ ഇപ്പോഴിത്തിരി നന്നായിട്ട് വളർന്നു. ഒരു 5-6 മാസത്തോളം ആയി ഇത് നട്ടിട്ട്. അപ്പോഴും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് പുഷ്പിക്കാറായി. തുടർന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് വെള്ളം നിറച്ചു. ഇതുപോലെയുള്ള പായൽ ഐറ്റംസ്, ഏറ്റവും നല്ല പായലാണിത്. ഇതിൽ വരുന്ന കായ്കൾ മീനിനെ ഭക്ഷിക്കാൻ വളരെയധികം അനുയോജ്യമാണ്. ഇതിൽ ഒരു ചെറിയ തരം കായ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കായ് മീനുകൾ ഭക്ഷിക്കും. പിന്നെ അതുപോലെ തന്നെ ഗർഭച്ചെടി എന്ന് പറയുന്ന ഈ ഐറ്റം, ഗർഭച്ചെടി, ഇതും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ഇത് കൊണ്ടിട്ടതേ ഉള്ളൂ. വളരെ വലുതായി എന്ന് വെച്ചാൽ നിറയെ പെറ്റി പെരുകി എന്ന് വേണം പറയാം. അതുകൊണ്ടാണ് ഇതിന് ഗർഭച്ചെടി എന്ന് പറയുന്നത്. നോക്കിയേ, നിറയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മുടെ അക്വേറിയത്തിലും തൊട്ടടുത്തുള്ള വീട്ടിലും ഒരു അക്വേറിയം ഉണ്ട്. വീട്ടിൽ അവിടെ ഒരു ചേച്ചിയാണ് മീൻ ഒക്കെ വിൽക്കുന്നത്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു 50 രൂപയ്ക്ക് പ്ലാറ്റി ഫിഷ് വാങ്ങിച്ചു. അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ചേച്ചിയുടെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കാം. ഒരു ഐറ്റം മീൻ വാങ്ങുകയാണെങ്കിൽ 2-3 ഐറ്റം മീൻ എന്ന് വെച്ചാൽ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മീനൊന്നും അല്ലാതെ മീൻ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ചേച്ചി തരും. അങ്ങനെ അതും അതൊരു അഡ്വാൻറ്റേജ് ആണ്. കൊറിയത്തിലും കൂടെ പോവുകയുണ്ടായി. അവിടെ നിന്നും ഞാൻ കുറച്ച് പ്ലാറ്റി ഫിഷ് വാങ്ങിച്ചു. ഞാൻ അത് എന്ത് ചെയ്തു, കുറച്ച് ഈ വെള്ളത്തിൽ ഞാൻ ഇടുകയുണ്ടായി. അപ്പോൾ ഈ മീൻ വളരെ പ്രത്യുൽപാദന ശേഷിയുള്ള മീനാണ്. കാരണം നിറയെ പെരുകി അങ്ങനെ ചുവപ്പ് കുഞ്ഞു മീൻ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ സെപ്പറേറ്റ് മാറ്റിയിടും. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഞാൻ ഇടാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ കുഞ്ഞു മീനുകളുടെ പരിപാലനവും അതിൻ്റെ ഒരു സംരക്ഷണവും ഓക്കെ. അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഈ പ്ലാറ്റിക്കും പിന്നെ ഗൗരാമിക്കും പിന്നെ അതുപോലെ തന്നെ കോയിക്കാർപ്പിനും ഒക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റം ഒപ്റ്റിമം ഫുഡാണ്. നോക്കിയേ, ഇതാണ് ഫുഡ്. നല്ല ഹൈലി പ്രോട്ടീൻ എന്ന് വെച്ചാൽ ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്തി ഫുഡാണ്. ഈ മത്സ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. മനുഷ്യരെ പോലെ തന്നെ അവർക്കും ശാരീരിക അസ്വസ്ഥതകളും പിന്നെ ചില ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നല്ല ഈ നല്ല ഫുഡാണ്. ഞാൻ ഇത് ഇപ്പോഴും തന്നെ ഈ മീനുകൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ,
ശകലം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കോഴിക്കാർപ്പിനും കൂടെ കൊടുക്കാം. ശകലം ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴ് തന്നെ ഇവരെല്ലാവരും ഈ അടിയിൽ പതുങ്ങിക്കിടക്കുന്ന മീൻ ഈ നമ്മുടെ പ്ലാറ്റി കുട്ടന്മാരെല്ലാം ഈ മീത വന്നു തുടങ്ങി. നിങ്ങൾ കണ്ടു കാണും, മീത ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എല്ലാവരും വന്നു. അപ്പോഴ് ഈ ഫുഡ് കൊടുക്കുന്നത് ഏറ്റവും നല്ല ഇതാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് ഫോർഗപ്പി എന്ന് പറയുന്ന ഫുഡാണ്. ഫോർഗപ്പി അത് കൊഞ്ചിൻ്റെ ആ ഒരു സ്മെല്ലുള്ള ഫുഡാണ്. അത് കുഞ്ഞു മീനുകൾക്ക് മാത്രം കൊടുക്കുന്ന ഫുഡാണ്. പിന്നെ അങ്ങനെ ഇത് വളരെ ധാരാളം പെറ്റുപെരുകാൻ ചാൻസ് ഉള്ള മീനാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് കോളേജിലൊക്കെ പോയിട്ട് വന്നിട്ട് വീട്ടിൽ വരുമ്പം ഞാൻ ആദ്യം ഞാൻ ഓടിയെത്തുന്നത് ഈ മീനുകളുടെ അടുത്തേക്കാണ്. വളരെ വളരെ സന്തോഷമാണ്. പിന്നെ അതുപോലെ ഈ മീനിൻ്റെ വിസർജ്യങ്ങൾ ഭക്ഷിക്കുന്നത് ഇതാണ് നത്തയ്ക്കയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടായിരുന്നു. നത്തയ്ക്ക നോക്കിയേ, ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഇത് കിടക്കുന്നത്. ഓക്കെ, നത്തയ്ക്ക എന്തിനെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ വിസർജ്യങ്ങൾ ഭക്ഷിച്ച് ഇത് കൂടുതൽ അഴുക്കാകാതിരിക്കാൻ, വൃത്തിയാകുന്നതിന് വേണ്ടി ഈ മത്സ്യസംരക്ഷണവുമായിട്ട് എന്തെങ്കിലും മത്സ്യത്തിൻ്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അത് മത്സ്യക്കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരിക്കും, അതിൻ്റെ സംരക്ഷണവുമായിട്ട് ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.